ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അനലിറ്റിക്സിലെ അടുത്ത ക്ലാസ്, അതായത് ഒളിഗോക്കീറ്റ. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഏതാ പോളിക്കീറ്റ പഠിച്ചു, എക്സാമ്പിൾ നീറിസ് പഠിച്ചു. അപ്പോൾ അത് പഠിക്കാത്തവർ കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസമൊന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ ഒളിഗോക്കീറ്റ എന്ന് പറയുമ്പോൾ പേര് ശ്രദ്ധിച്ചേ, ഒളിഗോക്കീറ്റ, കീറ്റ അല്ലേ, മറ്റേതിൽ നമ്മൾ പോളിക്കീറ്റ എന്നാണ് കണ്ടത്. പോളി എന്ന് പറയുമ്പോൾ ഒരുപാട് കീറ്റ ഉള്ളവരായിരുന്നു അവർ, നീറിസൊക്കെ അല്ലേ. പക്ഷേ ഇവിടെ ഒളിഗോ കീറ്റ വരുമ്പോഴത്തേക്ക് ഒളിഗോ എന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ, കീറ്റ കുറവ്. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. അപ്പം ഈ ഒളിഗോ കീറ്റയ്ക്കകത്ത് വരുന്നവർ ആരൊക്കെയാണെന്നറിയാമോ? എർത്ത് വോംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ചില സ്പീഷീസ്, അതൊക്കെയാണ് ഈ ഒളിഗോ കീറ്റയ്ക്കകത്ത് വരുന്നത്. അപ്പോൾ എർത്തുവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ലേ, എർത്തുവം മണ്ണിരെ കണ്ടിട്ടില്ലാത്തവരാരുണ്ട്? അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് പഠിക്കുമ്പോൾ അതിനെ ഇങ്ങനെ ഓർത്ത് നോക്കി നിങ്ങൾ ബൈഹേർട്ട് ചെയ്യണം. ഓക്കെ, ഫീച്ചേഴ്സ് നോക്കാം. കീറ്റ ഉണ്ട്, പക്ഷേ ഒള്ളി എ ഫ്യൂ കണ്ടോ. അപ്പം അത് തന്നെ ഏറ്റവും വലിയൊരു വ്യത്യാസം. പിന്നെ നീറിസ്, അതായത് പോളിക്കീറ്റയിൽ നമ്മൾ കീറ്റ ബണ്ടിൽസ് ആയിട്ടാണ് കണ്ടത്. ഇവിടെ അങ്ങനെയല്ല, സിംഗിൾ ആയിട്ടാണ് കാണുന്നത്. എത്ര കീറ്റ വരെ കാണും ഒരു സെഗ്മെന്റിൽ? 4 to 8 കീറ്റ വരെ നമുക്ക് ഒരു സെഗ്മെന്റിൽ കാണാൻ പറ്റും. പിന്നെ അത് കണക്ക് നീരസ് എടുക്കുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, പാരപ്പോഡിയ. നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ചായിരുന്നു പാരപ്പോഡിയ. അപ്പം ഈ പാരപ്പോഡിയ, പാൽപ്സ്, ടെൻഡക്കിൾസ് എന്തിനേറെ പറയുന്നു, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹെഡ് അതുപോലും ഇല്ല ഈ ഒളിഗോക്കീറ്റയിൽ കേട്ടോ. അപ്പം ഈ പാരപ്പോഡിയും പാൽപ്സും ടെൻഡക്കിൾസും എല്ലാം എവിടെ നമ്മൾ കണ്ടായിരുന്നു? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹെഡും എല്ലാം എവിടെ കണ്ടായിരുന്നു? പോളിക്കീറ്റയിൽ കണ്ടായിരുന്നു. അപ്പം അതൊന്നും നമ്മുടെ ഈ ഒളിഗോക്കീറ്റയ്ക്ക് ഇല്ല. പിന്നെ ഒളിഗോക്കീറ്റയിൽ വരുന്ന അക്വാട്ടിക് ഫോംസിന് വേറെ ഒരു സാധനമുണ്ട്, എന്താണെന്നറിയാമോ? ഗിൽസ് ഉണ്ട്. They are all hermaphrodites. Hermaphrodites എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ബോത്ത് ഗൊണാഡ്സ് സീൻ ഇൻ സെയിം ഇൻഡിവിഡ്വൽ. അങ്ങനെയുള്ളവരാണ് ഹെർമാഫ്രോഡൈറ്റ്സ്. അപ്പം ബോത്ത് ഗൊണാഡ്സ് ഒറ്റ ഇൻഡിവിഡ്വൽ ഉണ്ടെങ്കിൽ സെൽഫ് ഫെർട്ടിലൈസേഷൻ അല്ലേ സാധ്യത. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അവർ കോപ്പുലേറ്റ് ചെയ്തിട്ട് ക്രോസ് ഫെർട്ടിലൈസേഷൻ. കാരണം ഒരു ഇൻഡിവിഡ്വലിലെ സ്പേം അടുത്ത ഇൻഡിവിഡ്വലിലെ എഗ്ഗുമായിട്ടേ ഫ്യൂസ് ചെയ്യുള്ളൂ. ക്രോസ് ഫെർട്ടിലൈസേഷൻ ആണ് ഇവരുടെ ശീലം. ഓക്കെ, അപ്പം ലാർവ ഇല്ല. പക്ഷേ മറ്റേ ഏതിനകത്ത്, പോളിക്കീറ്റയിൽ ലാർവ ഏതായിരുന്നു? ട്രോക്കോഫോർ ലാർവ. പക്ഷെ ഇവിടെ ലാർവയൊന്നുമില്ല, ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആണ്. ഓക്കെ, പെർമനന്റ് ആയിട്ടുള്ള സെക്സ് ഓർഗൻ ഉണ്ട്. നമ്മള് നീർസിനകത്ത് അതും ഇല്ലായിരുന്നു. ബ്രീഡിങ് സീസണിൽ ഒരു പ്രൊജക്ഷൻ പോണൊക്കെ വരും എന്നല്ലേ നമ്മൾ കണ്ടേ. അപ്പൊ ഇവിടെ പെർമനന്റ് സെക്സ് ഓർഗൻ ഉണ്ട്. പിന്നെ കണ്ടോ, വേറൊരു സംഭവമുണ്ട്, ക്ലീറ്റല്ലം. കേട്ടിട്ടുണ്ടോ ക്ലീറ്റല്ലം? കണ്ടോ, നമ്മൾ എർത്തോമി നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗേർഡിൽ ഒരു അരഞ്ഞാണം ഇട്ടത് പോണൊക്കെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഗേർഡിൽ ഇടത്തില്ലേ. അപ്പം ഈ സാരിയൊക്കെ കൊടുക്കുമ്പോൾ പെൺകുട്ടികൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു അരപ്പട്ട അതേ പോണക്കൊക്കെ ഒരു സാധനം നമ്മുടെ മണ്ണിലേക്കും ഉണ്ട്. അതിനെ പറയുന്ന പേരെന്താണെന്നറിയാമോ? ക്ലീറ്റല്ലം. ക്ലീറ്റല്ലത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലീറ്റല്ലം ഇല്ലാതെ എർത്തോമിനൊരു ലൈഫ് ഇല്ല. അതൊക്കെ എന്താണെന്ന് നമ്മളിനി കാണും. അപ്പോൾ നോക്കാം. ഈ ക്ലീറ്റല്ല എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാൻസ് ഒക്കെ ഉള്ള ഒരു എപ്പിഡെർമൽ ലെയർ ആണ്. ഇറ്റ് ഫോംസ് എ ഗേർഡിൽ. ഒരു ഗേർഡിൽ പോണക്ക് ബോഡിയുടെ ചുറ്റുമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഏകദേശം 3500 സ്പീഷീസ് ഓഫ് ഒളിഗോക്കീറ്റ്സിനെ ഇതുവരെ കണ്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കണ്ടേ? അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. കോമൺ ആയിട്ടുള്ള നമ്മൾ എർത്തുവമിനെ തന്നെയാണ് ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്, കാരണം അതാണ് കോമൺ. ഒരുപാട് വെറൈറ്റി ഉണ്ട്. 1-2 ഞാൻ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ലാംപിറ്റോ മോറിറ്റി, മെഗാസ്കോലസ്, കൊങ്കാനാൻസിസ്. ഇനിയും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ വെറൈറ്റി സ്പീഷീസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1-2 പേരൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുക, നല്ല രസമല്ലയോ? അപ്പം നമുക്ക് നോക്കാം. എർത്തുവം, ഹാബിറ്റാറ്റ് ആൻഡ് ഹാബിറ്റ്. ഇതാണല്ലോ നമ്മൾ എപ്പോഴും ആദ്യം മനസ്സിലാക്കുന്നത് അല്ലേ, ഏത് ഓർഗാനിസം എടുക്കുമ്പോഴും. അപ്പോൾ ഇവിടെ നോക്കാം, ഇത് സോയിലാണ്. സോയിലിൽ ജീവിക്കുന്നത് കണ്ടിട്ടില്ലാത്തവരാരുമില്ല. അത് ബറോസ് സോയിലിൽ മാളം ഉണ്ടാക്കിയിട്ടാണ് അത് ജീവിക്കുന്നത്. മോയിസ്റ്റ് സോയിൽ അല്ലേ, നമുക്ക് നല്ല ഈർപ്പമുള്ള, അതായത് ഡ്രൈ ആയിട്ട് കിടക്കുന്ന മണ്ണിലാണോ മണ്ണിരെ കാണുന്നത്? അല്ല. അതുകൊണ്ട് ആ മണ്ണ് ഒരുപാട് അസിഡിക് ആവരുത്, ഒരുപാട് വെള്ളം കെട്ടി കിടക്കുന്നത് ആവരുത്.
ഒരു മോയിസ്റ്റ് സോയിൽ അങ്ങനെയുള്ളിടത്താണ് കാണുന്നത്. ഡേ ടൈമിൽ ഇവരെവിടെ ജീവിക്കും എന്നറിയാമോ? മാളത്തിൽ ജീവിക്കും. ഈ രാത്രി ആകുമ്പോൾ അല്ലെങ്കിൽ റെയിനി സീസൺ ആണെങ്കിൽ ഇവർ പുറത്തേക്ക് വരും. അപ്പം ഭയങ്കര സൂര്യപ്രകാശത്തിലോ വെട്ടത്തിലോ ഒന്നും അവർ മാളത്തിനകത്ത് ഒളിച്ചിരിക്കത്തേ ഉള്ളൂ. മഴയൊക്കെ പെയ്യുക, നല്ല ഇരുണ്ടടഞ്ഞ് നൈറ്റ് ആണെങ്കിൽ നൈറ്റ് സമയത്തൊക്കെയാണ് ഇവർ പുറത്ത് വരുന്നത്. ഇനി നമുക്ക് അവരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഏറ്റവും നല്ല ഒരു ബൂൺ അവരുടെ ഒരു എന്താ നമ്മൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഏറ്റവും നല്ലൊരു ഒരു ഗുഡ് സൈഡ് അല്ലേ, ബെറ്റർ സൈഡ് എന്നൊക്കെ നമുക്ക് പറയാം. എർത്തുവം കാസ്റ്റിംഗ് ഇത് ഉള്ളതുകൊണ്ടാണ്, ഇത് ഉണ്ടാക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് എർത്തുവംസിനെ ഫാമേഴ്സ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം എന്താ ഇതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ. ഈ എർത്തുവം കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ബൈ പ്രോഡക്ട്സ് ആണ്. എന്തിൻ്റെ? മണ്ണിലെന്തോ ഭക്ഷിക്കുന്നേ, മണ്ണ് ഇങ്ങനെ കഴിച്ചാണ് പോകുന്നത്. അപ്പം അത് ഡൈജസ്റ്റ് ചെയ്തിട്ട് ആ ഡൈജസ്റ്റ് ആയിട്ടുള്ള ആ മണ്ണിൻ്റെ ആ ഭാഗം പുറത്തേക്ക് പുറന്തള്ളും. അത് അത് പുറന്തള്ളുന്ന ആ ഡൈജസ്റ്റഡ് പാർട്ട് ഓഫ് സോയിലാണ് എർത്തുവം കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ന്യൂട്രിയൻ റിച്ച് ആണ്. ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ അതിനകത്തുണ്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, അങ്ങനെ കുറേ ഉണ്ട് സംഭവങ്ങളുണ്ട്. അത് എങ്ങനെയിരിക്കുന്നത്? റൗണ്ടഡ് പെല്ലറ്റ്സ് ആയിട്ട് അല്ലെ ബോൾസ് ആയിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ബറോസിൻ്റെ ഓപ്പണിങ്ങിൻ്റെ മാളത്തിൻ്റെ ഓപ്പണിങ്ങിലാണ് അതിനോടടുത്തൊക്കെയാണ് ഈ എർത്തുവം കാസ്റ്റിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തുവാണ്? അപ്പം എർത്തുവം ഇങ്ങനെ മണ്ണിങ്ങനെ തുറന്ന് പോകുമ്പോൾ മണ്ണിനെ നല്ല ലൂസ് ആൻഡ് പോറസ് ആക്കും. നല്ല മണ്ണിളകി കിടക്കും. മണ്ണിൻ്റെ ആ സ്പേസസിനകത്ത് എല്ലാം ഓക്സിജൻ എയറൊക്കെ വന്ന് നിറയാൻ പറ്റും അല്ലേ. അപ്പം വെള്ളം നിറയാൻ പറ്റും. അപ്പോൾ അതെല്ലാം സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടും. അതേപോണൊക്കെ തന്നെ ഈ എർത്തുവം കാസ്റ്റിനകത്ത് ഒരുപാട് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം പ്ലാന്റ്സിന് കിട്ടും. അപ്പോൾ പിന്നെ പറയാമല്ലോ, ഇത് ഫാമേഴ്സിൻ്റെ ഫ്രണ്ടാണെന്ന് നമുക്ക് പറയാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ എർത്തുവം കാസ്റ്റിംഗ് എങ്ങനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കണം. അതുകൊണ്ടാണ് എർത്തുവമിന് ഫാമേഴ്സ് ഫ്രണ്ട് അത് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഈ എർത്തുവം കാസ്റ്റിംഗ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കട്ടെ. ഇതാണ് കണ്ടിട്ടില്ലേ കുരിശിക്കട്ട? അപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാം എന്നാണോ? ഇങ്ങനെ കാണും. കണ്ട ഇത് കയ്യിൽ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് എർത്തുവം കാസ്റ്റിംഗ്. ഭയങ്കര ന്യൂട്രിയൻ റിച്ച് ആണ്, വളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പം എർത്തുവം ഈ പിന്നെ എന്താണ് എർത്തുവം കാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണണ്ടേ. ഒരു കൊച്ചു വീഡിയോയിൽ നമുക്കത് ഞാൻ കേട്ടോ മണ്ണിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പോകുമ്പം ഇതിങ്ങനെ മണ്ണ് കഴിച്ചാണ് പോകുന്നത് കണ്ടോ. കഴിച്ച് പോവും. അപ്പൊ നമുക്ക് അത് കാണാം. അത് കാസ്റ്റിംഗ് എർത്തുവം കാസ്റ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ദേ നോക്കിയേ, ദേ ഇവിടെ കണ്ടോ. അതാ വരുന്നു. ഇങ്ങനെയാണത് എർത്തുവം കാസ്റ്റിംഗ് ചെയ്യണ്ട. പിന്നെ ഉണങ്ങുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ഫോമിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എർത്തുവമിനെ എന്തെന്ന് പറയാം? ഫാമേഴ്സിൻ്റെ ഫ്രണ്ട് ആണെന്ന് പറയാം. ഇനി ഇതിൻ്റെ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര മീറ്റർ? 2 മീറ്ററാണ് കോമൺ ആയിട്ട് എത്തുന്നത്. ഇത്ര വരെ വളരാൻ പറ്റും. പിന്നെ ക്ലീറ്റെല്ലാം ഞാൻ ഓൾറെഡി കാണിച്ചു തന്നത്. ക്ലീറ്റെല്ലാം കൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കാര്യം ഞാൻ പറയും. റീപ്രൊഡക്ഷനിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് വരട്ടെ, കഥ അവിടെ വരുമ്പോൾ നമുക്ക് കാണാം. ഇതുവരെ ഒരു 3000 സ്പീഷീസിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 500 സ്പീഷീസ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ എർത്തുവം നമുക്ക് സോയിൽ ഇൻവെർട്ടിബ്രേറ്റ്സ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 80% എർത്തുവംസ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മോർഫോളജി നമുക്കൊന്ന് നോക്കാം. ബോഡി എടുക്കുകയാണെങ്കിൽ ഇലോങ്ങേറ്റഡ് ആൻഡ് സിലിണ്ട്രിക്കൽ. അത് പിന്നെ ആർക്കാ അറിയാൻ പറ്റാത്ത അല്ലേ. ഇലോങ്ങേറ്റഡ് ആണ്, സിലിണ്ട്രിക്കൽ ആണ്. തിക്നെസ് മോർ ഓർ ലെസ് യൂണിഫോം. നോക്കി ആൻറ്റീരിയർ എൻഡ് മുതൽ പോസ്റ്റീരിയർ എൻഡ് വരെ വ്യത്യാസം ഉണ്ട്. മോർ ഓർ ലെസ് യൂണിഫോം. ആൻറ്റീരിയർ എൻഡ് നോക്കുവാണെങ്കിൽ ഇത്തിരി മോർ പോയിന്റഡ് ആണ് പോസ്റ്റീരിയർ എൻഡിനെക്കാട്ടിലും. ഇച്ചിരി പോയിന്റഡ് ആണ്. അത് മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് മനസ്സിലാക്കാൻ, ആൻറ്റീരിയർ എൻഡ് ആണെന്ന് മനസ്സിലാക്കാനുള്ള വഴി. ഡോസൽ സൈഡ് ബ്രൗൺ കളറാണ്. പിന്നെ എന്താണ് ഈ ഡോസൽ സൈഡ് നമുക്ക് നല്ല ഈ പിക്ചറിൽ കിടക്കുന്ന എർത്തുവമിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ ഒറിജിനലി എണ്ണത്തിനെ നോക്കുകയാണെങ്കിൽ ഡോസൽ സൈഡിൽ ഒരു ബ്ലഡ് വെസൽ
ഈ സ്കിൻ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഡോസൽ സൈഡിൽ കൂടെയുള്ള ബ്ലഡ് വെസൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ഡാർക്ക് മീഡിയം ലൈൻ പോണൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ആൻറ്റീരിയർ എൻഡ് മുതൽ പോസ്റ്റീരിയർ എൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഒരു വേമിൻ്റെ നീളം എത്ര വരും? 20 to 30 സെൻറ്റിമീറ്റർ ഒക്കെ വരും. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എർത്തുവം ഏതാ? പഠിച്ചു വെച്ചോ. മെഗാസ്കോളിഡസ് ഓസ്ട്രാലിസ് 3 മീറ്റർ വരെ നീളം വരെ വളരും. അപ്പൊ അതിനെ നമുക്കൊന്ന് കാണണ്ടേ? എന്തും വേണ്ടി വലിപ്പം ഉണ്ടെന്നൊക്കെ ഒന്ന് കാണണ്ടേ? ഒക്കെ പെട്ടെന്ന് കണ്ട അറിയാൻ മേത്തൊരു കണ്ട പാമ്പാണെന്നൊക്കെ വിചാരിക്കും. feeding on roots and soil organic matter. ഇതാണ് The baby earthworm takes 5 years to reach 5 its വർഷം mature വരെ adult size എടുക്കും ഇത് പൂർണ്ണ and can live for 10 വളർച്ചയെത്താൻ years വേണ്ടി. or more altogether. പിന്നെ അതിന്റെ റീപ്രൊഡക്ഷൻ The giant gypsum ടൈം worm is ഒക്കെ currently എടുക്കുന്നുണ്ട്. listed as a Rare protected ആണ് കേട്ടോ. species, and Protected its species population ആണ്. has been reduced by introduction of agriculture into region of Australia. Other limiting factors അഗ്രികൾച്ചർ include its ഇൻട്രൊഡക്ഷൻ low കൊണ്ട് ഇതിന്റെ rate of പോപ്പുലേഷൻ ഒത്തിരി reproduction കുറഞ്ഞിട്ടുണ്ട്. and slow കണ്ടോ development. ഇത്രയും നീളമുണ്ട്. The giant worm produces one large egg കണ്ടോ capsule of ഇതതിന്റെ 4 to 7 കൊക്കൂൺ ആണ്. centimeters in കൊക്കൂൺ length, which takes കൊക്കൂണിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, അപ്പം അതിനെ കണ്ടു. അപ്പം അത്രത്തോളമൊക്കെ വളർച്ച ഉള്ള എർത്ത് വോംസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് വൺ. ഇനി മെറ്റാമേഴ്സ്. എന്താ മെറ്റാമേഴ്സ് പറഞ്ഞേ? കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. മെറ്റാമേഴ്സ് പറഞ്ഞാൽ സെഗ്മെന്റ്സ്, മെറ്റാമേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെന്റേഷൻ. അപ്പോൾ ഇവിടെ ബോഡി മെറ്റാമേഴ്സ് സെഗ്മെന്റ്സ് ചേർന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഓരോ സെഗ്മെന്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഇന്റർ സെഗ്മെന്റൽ ഗ്രൂവ്സ് ഉണ്ട്. ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടതാണ്. ഇന്റർ സെഗ്മെന്റൽ ഗ്രൂവ്സ് ഞാൻ ജസ്റ്റ് കാണിക്കാൻ കേട്ടോ. ഇതാണ് ഉണ്ടോ ഓരോ സെഗ്മെന്റിന്റെ ഇടയ്ക്ക് ഇന്റർ സെഗ്മെന്റൽ ആയിട്ടുള്ള ഗ്രൂവ്സ്, ആനുലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നു. പിന്നെ നമുക്ക് ഇന്റേണലിയും എക്സ്റ്റേണലിയും സെഗ്മെന്റ്സ് ഉണ്ടെന്നും നമ്മൾ അവിടെ കണ്ടായിരുന്നു. അപ്പം ഇന്റേണലി ഓരോ സെഗ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഉണ്ട്? വെർട്ടിക്കൽ ആയിട്ടുള്ള സെപ്റ്റാസ് ഉണ്ട്. സെപ്റ്റാസ് നമുക്ക് ഈ പിക്ചറിൽ കാണുന്നുണ്ടോ? വെർട്ടിക്കൽ ആയിട്ടുള്ള സെപ്റ്റാസ് ഉണ്ട് ഓരോ സെഗ്മെന്റിന്റെ ഇടയ്ക്ക് ഉണ്ടാവും. അല്ല മുറികളെ വേർതിരിക്കുന്ന ഫിത്തി പോണൊക്കെ. ഓക്കെ, ഇനി സെഗ്മെന്റ്സിന്റെ എണ്ണം നമുക്ക് കറക്റ്റ് ഇത്ര എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ വേരി ഫ്രം 100 to 120. ഇനി ആൻറ്റീരിയർ എൻഡിനെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹെഡ് ആബ്സെന്റ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹെഡ് ആബ്സെന്റ് ആണ്. ഫസ്റ്റ് സെഗ്മെന്റ് പേരെന്തോ? ഇത് നമ്മൾ അവിടെ കണ്ട പെരിസ്റ്റോമിയം എന്ന് പറയും. ആ പെരിസ്റ്റോമിയത്തിന്റെ ആൻറ്റീരിയർ എൻഡിലാണ് എന്തുള്ളത്? മൗത്ത് ഉള്ളത്. പിന്നെ എന്താണ്? പെരിസ്റ്റോമിയത്തിന്റെ ഡോസൽ സൈഡിൽ ഒരു ഫ്ലഷി ഒരു ലോബുണ്ട്. അതിന്റെ പേര് പ്രോസ്റ്റോമിയം. ഇത് നമ്മൾ അവിടെ കണ്ടോ? ഇത് പെരിസ്റ്റോമിയം. ഇവിടെ ഇങ്ങനെ ഫ്ലഷി ലോബുണ്ട്. അതിന്റെ പേര് പ്രോസ്റ്റോമിയം. ഉണ്ടോ? പ്രോസ്റ്റോമിയത്തിന്റെ അടിയിലായിട്ട് പെരിസ്റ്റോമിയത്തിന്റെ അടിയിലായിട്ടാണ് മൗത്ത് വരുന്നത്. ഓക്കെ, ഇനി ബോഡിയിൽ എത്ര ഓപ്പണിങ്സ്? കുറേ ഓപ്പണിങ്സ് ഉണ്ട് എർത്തുവമിന്റെ കേസിൽ. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. മൗത്ത് അത് നമ്മൾ കണ്ടു, പെരിസ്റ്റോമിയത്തിന്റെ ആൻറ്റീരിയർ എൻഡ്. ഏനസ് ഉണ്ട്. ലാസ്റ്റ് സെഗ്മെന്റ് പേര് നമുക്കറിയാലോ, നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. പൈഗീഡിയം. പൈഗീഡിയത്തിലായിട്ടാണ് ഏനസ് ഉണ്ട്. അതടുത്ത ഓപ്പണിങ്. പിന്നെ ഫീമെയിൽ ആൻഡ് മെയിൽ ജെനൈറ്റൽ അപ്പേച്ചേഴ്സ്. അപ്പോൾ ഒരു എർത്തുവമിൽ തന്നെ ഫീമെയിൽ അപ്പേച്ചറും കാണും, മെയിൽ അപ്പേച്ചറും കാണും. അതെന്ന് പറയുന്നത് പെയേഡ് ഓപ്പണിംഗ് ആണ് കേട്ടോ. പെയേഡ് ഓപ്പണിംഗ് ആണ് കേട്ടോ. പല എർത്തുവം എടുക്കുമ്പോഴും പല സ്പീഷീസ് എടുക്കുമ്പോഴും ഈ ഓപ്പണിങ്സിന് കറക്റ്റ് പൊസിഷൻ ഉണ്ട്. ചിലതിൽ മെയിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 15th സെഗ്മെന്റിലായിരിക്കും, ചിലതിൽ 14th ആയിരിക്കും. അത് വേരി ചെയ്യും സ്പീഷീസ് ടു സ്പീഷീസ് കേട്ടോ. ഇപ്പം ലെംബിറ്റോ മോർട്ടി എന്ന് പറയുന്നതിനകത്ത് ഫീമെയിൽ ജെനൈറ്റൽ പോറ് അത് 18th സെഗ്മെന്റിലും മെയിൽ ജെനൈറ്റൽ പോറ് 14th സെഗ്മെന്റിലുമാണ്. എന്തുമായാലും ജസ്റ്റ് കണ്ടോ, ഇത് ഫീമെയിൽ പോറ്, ഇത് മെയിൽ പോറുമാണ്. അപ്പം അത് അടുത്ത ടൈപ്പ് പോസായി. ഇനി വേറൊരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് കണ്ടോ, സ്പെർമാത്തീക്കൽ ഓപ്പണിംഗ്. സ്പെർമാത്തീക്ക എന്ന് പറയുമ്പോഴത്തേക്ക് സ്പേംസിനെ സൂക്ഷിച്ച് വെക്കുന്ന സ്പേമിന്റെ ബാങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഓരോ എർത്തുവമിനും വേരി ചെയ്യും. 4 വരെയൊന്നും അല്ല, 7 വരെയൊക്കെ കാണും, പേസ് ആയിട്ട് കാണും. സ്പെർമാത്തീക്കൽ ഓപ്പണിംഗ് ഇവിടെ നമുക്ക് കാണാം. കണ്ടോ, സ്പെർമാത്തീക്കൽ ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ ഇങ്ങനെ കാണാം.
ഓക്കെ, അപ്പം അത് അടുത്തൊരു ടൈപ്പ് ഓഫ് മൗത്തായി ഏനസായി ഫീമെയിൽ ആൻഡ് മെയിൽ ജനൈറ്റൽ അപ്പേർച്ചർ സ്പെർമാത്തിക്കൽ ഓപ്പണിംഗ്. ഇനി ഡോസൽ പോസ് ഉണ്ട്, ബോഡിയുടെ ഡോസൽ സൈഡിൽ ചില പോസ് ഉണ്ട് ഈ മ്യൂക്കസ് ഒക്കെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ സ്കിൻ നല്ല മോയിസ്റ്റ് ആയിട്ട് വയ്ക്കാൻ. പിന്നെ നെഫ്രീഡിയോപോർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ്, അത് വേസ്റ്റ് പുറത്തേക്ക് കളയാൻ വേണ്ടി ഓപ്പണിംഗ് ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നുണ്ടേ. ഇതാ ഇവിടെ ഇങ്ങനെ ഓരോ നെഫ്രീഡിയ വന്നിട്ടുണ്ട്, ഓരോ സെഗ്മെന്റിലും അത് പുറത്തോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ആ വേസ്റ്റ് പുറത്ത് കളയാൻ. അപ്പം അത് അടുത്തൊരു ഓപ്പണിംഗ്. അങ്ങനെ ഇത്രയും ഓപ്പണിംഗ് ഉണ്ട്: മൗത്ത്, ഏനസ്, ജനൈറ്റൽ അപ്പേർച്ചേഴ്സ്, സ്പെർമാത്തിക്കൽ ഓപ്പണിംഗ്, ഡോസൽ പോർ, നെഫ്രീഡിയോപോർ. ഇനി അടുത്ത് നമുക്ക് ക്ലീറ്റെല്ലാം ഞാനിപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് പറയുന്നു, അപ്പോൾ അതൊന്നും മനസ്സിൽ വെച്ചോണേ. ക്ലീറ്റെല്ലോ എന്ന് പറയുന്ന സാധനം ഗ്ലാൻഡുലാർ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ഷീത്താണ്. അതിൻ്റെ പൊസിഷൻ 13 to 17 സെഗ്മെന്റ് വരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണാം. ഇനി അത് കഴിഞ്ഞിട്ട് സീലോം, ബോഡി ക്യാവിറ്റി, ട്രൂ സീലോം ആണെന്ന് കണ്ടായിരുന്നു നമ്മൾ. സീലോം കണ്ടിന്യൂസ് അല്ല, കാരണം സെപ്റ്റ ഉള്ളതുകൊണ്ട് അല്ലേ, ഇന്റർ സെഗ്മെന്റൽ സെപ്റ്റ ഉള്ളതുകൊണ്ട് സീലോം പാർട്ടീഷൻ ചെയ്താണ് കാണുന്നത്. അതുകൊണ്ടൊക്കെ ഓരോ സെഗ്മെന്റിലെയും സീലോം പുറത്തേക്ക് ഒരു ഡോസൽ പോർ വഴി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ബോഡി വാളിൽ ചെറിയ ചെറിയ ഓപ്പണിങ്സ് ആയിട്ട്, അതുവഴിയാണ് സീലോമിക് ഫ്ലൂയിഡ് പുറത്തേക്ക് വരും, സ്കിന്ന് നല്ല മോയിസ്റ്റ് ആയിട്ട് വയ്ക്കും. ത്രൂ ദിസ് പോസ് സീലോമിക് ഫ്ലൂയിഡ് എക്സ്യൂട്സ് ഔട്ട് ടു ഗീവ് മോയ്സ്ചർ ആൻഡ് ഡിഫൻസ് ടു ദി ബോഡി. ഈ സീലോമിക് ഫ്ലൂയിഡിനകത്ത് ചില സെൽസ് ഉണ്ട്, അതിൻ്റെ പേര് സിലമോസൈറ്റ്സ്. സീലോമിലുള്ള സെൽസ് ആയതുകൊണ്ട് സിലമോസൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് അലിമെന്ററി കനാലിനെ കുറിച്ച് പഠിക്കാൻ തോന്നില്ല. അലിമെന്ററി കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഗട്ടാണ്. നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്ന മൗത്ത് മുതൽ ഏനസ് വരെയാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കട്ടെ. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ട്യൂബ്, കണ്ടാ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ട്യൂബാണ്. ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ ആൻഡ്. അപ്പോൾ അലിമെന്ററി കനാലിൻ്റെ പാർട്സ് ഏതൊക്കെ വരും? മൗത്ത് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, ഗിസാഡ്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, ഏനസ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പൊസിഷൻ കണ്ടോ. മൗത്ത് കണ്ടോ, മൗത്ത് ലീഡ്സ് ടു ബക്കൽ ക്യാവിറ്റി, മൗത്ത് ഓപ്പൺ ചെയ്ത് ബക്കൽ ക്യാവിറ്റിയിലോട്ടാണ്. അത് രണ്ടും ഇവിടെ പ്രോസ്റ്റോമിയത്തിൽ കാണും. പ്രോസ്റ്റോമിയം നമുക്ക് പറയുമ്പോൾ അറിയാലോ, എന്താ ഫ്ലഷി ഔട്ട് ഗ്രോത്ത് ഫ്രം പെരിസ്റ്റോമിയം. അപ്പം ആ പ്രോസ്റ്റോമിയത്തിൻ്റെ ആ ഒരു റീജിയനിലാണ് മൗത്തും ബക്കൽ ക്യാവിറ്റിയും കാണുന്നത്. ഫസ്റ്റ് ടു 1 to 2 സെഗ്മെന്റ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫാരിങ്സ്, 8th സെഗ്മെന്റ് വരെ ഫാരിങ്സ് ആയിരിക്കും, ഉണ്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാരിങ്സിൻ്റെ വാളിനകത്ത് കുറേ ഗ്ലാൻസ് ഒക്കെ ഉണ്ട്, ഡൈജസ്റ്റീവ് ജ്യൂസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഇറ്റ് സെക്രീറ്റ്സ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. ഫാരിങ്സ് ഓപ്പൺ ചെയ്യുന്നത് ഈസോഫാഗസ്, നാരോ ഈസോഫാഗസിലോട്ട് ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ വാൾസിൽ കാൽസിഫറസ് ആയിട്ടുള്ള ഗ്ലാൻസ് ഉണ്ട്. ഈ ഈസോഫാഗസിൻ്റെ ലൂമനിലോട്ട് തുറക്കുന്ന കാൽസിഫറസ് ഗ്ലാൻസ് ഉണ്ട്. ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒക്കെ സെക്രീറ്റ് ചെയ്യും, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈസോഫാഗസിൻ്റെ പോസ്റ്റീരിയർ എൻഡിലൊരു ക്രോപ്പ് ഉണ്ട്, അത് സ്റ്റോറേജ് ഓർഗനാണ്. ഇനി ക്രോപ്പ് കഴിഞ്ഞിട്ട് ഗിസാഡ്, മസ്കുലാർ ബൾബ് ലൈക്ക് ആണ് ഗിസാഡ് എന്ന് പറയുന്നത്, ഈ ഒരു പോർഷൻ. അത് കഴിഞ്ഞിട്ട് സ്റ്റൊമക്ക് വരും. ഈ ഏറ്റവും പല സ്പീഷീസിലും ചിലതിൽ ഒന്നിൽ കൂടുതൽ ഗിസാഡ് കാണും, ചിലതിലാണെങ്കിൽ ഗിസാഡ്സ് കാണുകയേ ഇല്ല. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടും ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബാക്കി പോർഷൻസ് മൊത്തം ഇൻറ്റസ്റ്റൈൻ ആണ്. ട്യൂബുലാർ ഇൻറ്റസ്റ്റൈൻ എക്സ്റ്റെൻഡ് അപ് ടു ദ ലാസ്റ്റ് സെഗ്മെന്റ്. പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഏനസ് വഴിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇൻറ്റസ്റ്റൈൻ്റെ ഈ മിഡ് ഡോസൽ നടുക്കുള്ള ആ ഒരു പോർഷൻ, അത് അകത്തേക്ക് ഇൻഫോൾഡ് ചെയ്തൊരു റിഡ്ജ് പോലെ ഇരിക്കും, നമുക്ക് കാണാം. അതിന് ക്രോസ് സെക്ഷൻ ആണ് ഉണ്ടോ, മിഡ് ഡോസൽ, അതിനകത്തോട്ട് ഇൻഫോൾഡ് ചെയ്തൊരു റിഡ്ജ് പോലെ ഇരിക്കും ടിഫ്ലോസോൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻറ്റസ്റ്റൈൻ്റെ സർഫസ് ഏരിയ കൂട്ടാൻ, അത്രയും കൂടെ സർഫസ് ഏരിയ കിട്ടാൻ വേണ്ടി, ഡൈജഷൻ പ്രോസസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻക്രീസ് സർഫസ് ഏരിയ ഓഫ് ദി ഇൻറ്റസ്റ്റൈൻ. പിന്നെ ഇൻറ്റസ്റ്റൈൻ്റെ എപ്പിത്തീലിയൽ ലൈനിങ് ഇങ്ങനെ കട്ട് ചെയ്ത് തുറന്ന് ഇങ്ങനെ വെച്ചേക്കുവാണ് കണ്ടോ. അതിനകത്ത് കുറേ ഗ്ലാൻസ് ഒക്കെ ഉണ്ട്, ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ നോൺ ഗ്ലാൻഡുലേറ്റഡ് ആയിട്ടുള്ള സീലിയേറ്റഡ് സെൽസും ഇൻറ്റസ്റ്റൈൻ്റെ വാളിൽ ഉണ്ട്. മനസ്സിലായോ?
ഇനി നമുക്ക് വാസ്കുലാർ സിസ്റ്റം നോക്കാം. ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ക്ലോസ്ഡ് ടൈപ്പ് അല്ലേ, കാരണം ബ്ലഡ് ഒഴുകാൻ ബ്ലഡ് വെസൽസ് ഉണ്ട്, അതുകൊണ്ട് ക്ലോസ്ഡ് ടൈപ്പ്. പക്ഷെ നമുക്ക് ആർട്ടറി, വെയിൻ അങ്ങനെ ഒന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. 3 പ്രിൻസിപ്പൽ ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണ് ഉള്ളത്. ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒരു ഡോസൽ വെസൽ, ഒരു വെൻട്രൽ വെസൽ, ഒരു സബ് ന്യൂറൽ വെസൽ. 3 ടൈപ്പ് വെസൽസ്. മനസ്സിലായോ? ഡോസൽ, വെൻട്രൽ, സബ് ന്യൂറൽ. അപ്പം ഈ വെസൽസ് ബോഡിയുടെ എൻറ്റയർ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് റൺ ചെയ്ത് കാണപ്പെടും. ഇപ്പോൾ ഡോസൽ വെസൽ, ഡോസൽ പേര് പറയുന്നത് പോലെ അത് ഡോസൽ സൈഡിലാണ് കാണപ്പെടുന്നത്. ലാർജസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് വെസലാണ് ഡോസൽ വെസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോൺട്രാക്റ്റൈലാണ്. ഇത് ഗട്ടാണ്, ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഗട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ എൻറ്റയർ ലെങ്തിൽ നമുക്ക് കാണാൻ പറ്റും ഡോസൽ വെസൽ. ഇനി വെൻട്രൽ വെസൽ എന്ന് പറയുമ്പോൾ ഡോസൽ വെസലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരിയൂടെ നാരോവർ ആണ്. ഗട്ടിൻ്റെ അടിയിലായിട്ടാണ്, ബിലോ ദ ഗട്ട് ആണ് കാണപ്പെടുന്നത്. പിന്നെ ഇത് ബ്ലഡ് ആൻറ്റീരിയർ പാർട്ടിൽ ബ്ലഡ് പോസ്റ്റീരിയർ പാർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഈ വെൻട്രൽ വെസലാണ്. ഇനി സബ് ന്യൂറൽ വെസൽ ഉണ്ട്. സബ് ന്യൂറൽ വെസൽ ഇച്ചിരിയും കൂടെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് വെസലാണ്, വെൻട്രൽ വെസലാണ് സബ് ന്യൂറൽ. അത് വെൻട്രൽ നെർവ് കോഡ് ഉണ്ടല്ലോ, അതിൻ്റെ അടിയിലായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ഇനി അതുണ്ടോ പെയ്ഡ് കമ്മീഷേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ചില ബ്ലഡ് വെസൽസ് ആണ്. അത് ബോഡിയെ ഇങ്ങനെ സർക്കിൾ എന്താ റാപ്പ് ചെയ്ത് കാണും അല്ലേ, ഓരോ സെഗ്മെന്റിൽ റാപ്പ് ചെയ്ത് കാണും. അതാണ് പെയ്ഡ് കമ്മീഷർ വെസൽസ് എന്ന് പറയും. അത് ഏതിൽ നിന്നാണ് ഫോം ചെയ്തതെന്ന് അറിയാമോ? ഡോസൽ വെസലിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ഡോസൽ വെസലിൽ നിന്ന് മാത്രമല്ല വെൻട്രൽ വെസലിൽ നിന്ന് ഫോം ചെയ്യും. ഡോസൽ വെസലിൽ നിന്നും വെൻട്രൽ വെസലിൽ നിന്നും സബ് ന്യൂറൽ വെസലിൽ നിന്നും ഈ ഫോം ചെയ്യും. ഏത്? ഈ പെയ്ഡ് കമ്മീഷർ വെസൽസ്. അത് ഈ ഓരോ സെഗ്മെന്റിനെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കവർ ചെയ്ത് സർക്കുലേറ്റ് ചെയ്ത് ഒരു ചുറ്റുപൊണക്ക് അങ്ങനെയാണ് കാണപ്പെടുന്നത്. അതിൽ ചില കമ്മീഷേഴ്സ് കണ്ടോ, ഇവിടെ നോക്കിയാൽ ഇത് ഡോസൽ വെസലിൽ നിന്ന് വന്നൊരു കമ്മീഷറാണ്. ഭയങ്കര വലുതാണ്. ഇത് കോൺട്രാക്ട് ചെയ്യാൻ പറ്റുന്ന, ഇതിനകത്ത് വാൽവ്സ് ഒക്കെ ഉണ്ട് ഈ കമ്മീഷേഴ്സിന്, ഡോസൽ വെസലിൽ നിന്ന് വന്നത്. അങ്ങനെയുള്ള അത്തരം കമ്മീഷേഴ്സിനെ നമുക്ക് ലാറ്ററൽ ഹേർട്സ് എന്ന് പറയാം. സോ ഇതൊക്കെയാണ് വാസ്കുലർ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ്. ഇനി ബ്ലഡ് അത് ഇതോടെ പറയട്ടെ. ഹീമോഗ്ലോബിൻ ഉണ്ട്, റെസ്പിറേറ്ററി പിഗ്മെന്റ് ഇവിടെ എന്തുവാണ്? ഹീമോഗ്ലോബിൻ, അതുകൂടെ പറയണമല്ലോ. ഇനി റെസ്പിറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി സർഫസ് വഴിയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പോൾ ബോഡി സർഫസ് നല്ല മോയിസ്റ്റ് ആയിട്ട് വെക്കണം. മ്യൂക്കസ് വഴിയാണ്. മ്യൂക്കസ് ഗ്ലാൻസ് ഉണ്ട് എപ്പിഡെർമിസിൽ, അത് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. കൂടാതെ ഡോസൽ പോർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഡോസൽ പോറിൽ കൂടെ സീലോമിക് ഫ്ലൂയിഡ് പുറത്തേക്ക് ഒഴുകി അത് മോയിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ നെഫ്രീഡിയോ പോർ ഉണ്ടല്ലോ, നെഫ്രീഡിയൽ എക്സ്ക്രീഷൻസ്, അത് മോയ്സ്ചർ കൊടുക്കും. അപ്പോൾ മോയ്സ്ചറിൻ്റെ ഒരു ലെയർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്താൻ പറ്റുമല്ലോ. അപ്പം സ്കിന്നിൻ്റെ അടിയിലായിട്ട്, ഈ സ്കിൻ മൊത്തം മോയ്സ്ചറാണ്, സ്കിന്നിൻ്റെ അടിയിലായിട്ട് ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിലിം നിൽക്കുമ്പോൾ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗേഷ്യൽ എക്സ്ചേഞ്ച് നടക്കും. സ്മോൾ ബ്ലഡ് വെസൽ ബറീഡ് ഇൻ ദ ബോഡി വാൾ ആൻഡ് തിൻ ഫിലിം ഓഫ് മോയ്സ്ചർ ഓൺ ദി ബോഡി സർഫസ്. ഇത് തമ്മിലാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടന്നിട്ട് റെസ്പിറേഷൻ നടക്കുന്നത്. ഇതിൻ്റെ ബ്ലഡ് വെസൽസിലുള്ള ഹീമോഗ്ലോബിന് കുറച്ച് ഓക്സിജൻ ഉണ്ടെങ്കിലും അതിനെല്ലാം പെട്ടെന്ന് കയറി ക്യാപ്ചർ ചെയ്യും. അത്രയ്ക്ക് അഫിനിറ്റിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സാണ്. ഇനി എക്സ്ക്രീറ്ററി സിസ്റ്റം. എക്സ്ക്രീറ്ററി ഓർഗൻ ഇതിനകത്ത് ഏതാണ്? നെഫ്രീഡിയാണ് എക്സ്ക്രീറ്ററി ഓർഗൻ. അപ്പം ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് സ്പീഷീസ് ടു സ്പീഷീസ് വേരി ചെയ്യും. എങ്ങനെയാണെന്ന് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. എന്നാലും ഈ സെഗ്മെൻറ്റിൽ 1 പെയർ, അതായത് 2 എണ്ണം കാണും, ഒരു പെയർ ഓഫ് നെഫ്രീഡിയ കാണും. അപ്പം നെഫ്രീഡിയത്തിൻ്റെ സ്ട്രക്ചർ നോക്കാമല്ലോ. കണ്ടോ, ഒരു കോയിൽഡ് ട്യൂബാണ് കണ്ടോ. എന്നിട്ടൊരു ഇൻറ്റേർണൽ സീലിയേറ്റഡ് ഫണൽ ഷേപ്ഡ് നെഫ്രോസ്റ്റോം ഉണ്ട്, ഈ ഒരു പോർഷൻ. നെഫ്രോസ്റ്റോം, സീലിയേറ്റഡ് ഫണൽ ഷേപ്ഡ് നെഫ്രോസ്റ്റോം ഉണ്ട്. നെഫ്രോസ്റ്റോം ഈ സീലോമിലോട്ട് ഓപ്പൺ ചെയ്തിരിക്കും. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു സെപ്റ്റയാണ്. ഇപ്പോൾ ഇതൊരു സെഗ്മെൻറ്റ്, അടുത്ത സെഗ്മെൻറ്റ്, അതിൻ്റെ ഇടയ്ക്കുള്ള സെപ്റ്റ കണ്ടോ. അപ്പം സെപ്റ്റയുടെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ഈ നെഫ്രോസ്റ്റോം സീലോമിലോട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചാനൽ ഉണ്ടല്ലോ,
ആ ചാനലിന് പറയുന്ന പേരാണ് പ്രീ സെപ്റ്റൽ കനാൽ എന്ന് പറയും. പ്രീ സെപ്റ്റൽ കനാൽ ഇവിടെ കാണാം. ഓക്കെ. ഇനി ഈ പ്രീ സെപ്റ്റൽ കനാൽ ഈ സെപ്റ്റൽ വാൾ പെനിട്രേറ്റ് ചെയ്ത് അകത്ത് വരും ഇല്ലേ, ഈ സെഗ്മെന്റിന്റെ ഉള്ളിലേക്ക് വരും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹൈലി കോയിൽഡ് ട്യൂബ്, ആ പോർഷനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, പോസ്റ്റ് സെപ്റ്റൽ കനാൽ എന്ന് പറയും. ഇവിടെ കണ്ടു. ഓക്കെ. ഇനി ഇങ്ങനെയുള്ള നെഫ്രീഡിയ, അപ്പോൾ ഈ നെഫ്രീഡിയ നമ്മൾ കണ്ടില്ലേ, ഇത് പുറത്തോട്ട് ആണ് ഓപ്പൺ ചെയ്യുന്നത്. അണ്ട് ഇവിടെ പുറത്തോട്ട്, ഇത് സീലോമിലോട്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ പുറത്തോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നെഫ്രീഡിയയ്ക്ക് പറയുന്ന പേരാണ് എക്സോ നെഫ്രീഡിയ എന്നാണ് പറയുന്നത്. ലുംബ്രിക്കസ് ടെറസ്ട്രിസിനകത്തൊക്കെയാണ് ഈ എക്സോ നെഫ്രീഡിയ കാണുന്നത്. അപ്പോൾ വേറെ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, എൻഡോ നെഫ്രീഡിയ കാണുമല്ലോ, എൻഡറോ നെഫ്രീഡിയ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോ നെഫ്രീഡിയും പുറത്തേക്കല്ല ഓപ്പൺ ചെയ്യുന്നത്, പകരം ഇതെവിടെയാണെന്നറിയാമോ, ഇതിൻ്റെ ഡിസ്ചാർജ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ഒരു ബോഡിയിൽ ആൻറ്റീരിയർ എൻഡ് മുതൽ പോസ്റ്റീരിയർ എൻഡ് വരെ റൺ ചെയ്യുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്ക്രീറ്ററി കനാലിലോട്ടാണ് ഈ ഓരോ സെഗ്മെന്റിലെ നെഫ്രീഡിയയും തുറക്കുന്നത്. എന്നിട്ട് ഈ കനാൽ കോമൺ ആയിട്ട് ഒരു ഒറ്റ ഓപ്പണിങ്ങോട് പുറത്തോട്ട് തുറക്കും. അങ്ങനെയുള്ള നെഫ്രീഡിയയ്ക്ക് എൻഡോറോ നെഫ്രീഡിയ എന്ന് പറയും. ലംബിറ്റോ മോറിറ്റിയിൽ ഇങ്ങനെയുള്ള നെഫ്രീഡിയാണ് കാണുന്നത്. ഈ അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് ജസ്റ്റ് വരച്ച് കണ്ടോ. അപ്പം ഇത് ആണ് ലോജിറ്റ്യൂഡിനൽ എക്സ്ക്രീറ്ററി കനാൽ. ഈ ലോജിറ്റ്യൂഡിനൽ എക്സ്ക്രീറ്ററി കനാൽ ഇൻ ടേൺ പോയി ഏതിലോട്ട് തുറക്കുമെന്ന് അറിയാമോ, അലിമെന്ററി കനാലിലോട്ട് ഓപ്പൺ ചെയ്യും. അലിമെന്ററി കനാൽ പിന്നെ പുറത്തേക്ക് തുറക്കുന്ന എന്താണ്, ANS വഴിയാണ് അല്ലേ. അപ്പം ഇതെല്ലാം വേസ്റ്റ് ANS വഴി അങ്ങ് പുറത്തേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ചില എർത്ത് എടുക്കുമ്പോൾ ഒരു സെഗ്മെന്റിൽ ഒരു പെയർ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ അത് വലിയ നെഫ്രീഡിയ ആയിരിക്കും, അതിനെ മെഗാ നെഫ്രീഡിയ എന്ന് പറയും. എന്നാൽ ചില എർത്ത് എടുക്കുകയാണെങ്കിൽ ഓരോ സെഗ്മെന്റിലും കുറേ നെഫ്രീഡിയ വരും. അങ്ങനത്തെ നെഫ്രീഡിയ മൈക്രോ നെഫ്രീഡിയ എന്ന് പറയും. ഓക്കെ. അപ്പം ഈ മൈക്രോ നെഫ്രീഡിയ സെപ്റ്റോട്ട് അസോസിയേറ്റ് അറ്റാച്ച് ചെയ്ത് കാണുന്നതുകൊണ്ട് ഇതിനെ സെപ്റ്റൽ നെഫ്രീഡിയ എന്നൊരു പേര് കൂടെ നമുക്ക് വിളിക്കാം. ഇനി ആ മൈക്രോ നെഫ്രീഡിയയുടെ ഒരു പൊസിഷൻ ഞാൻ ജസ്റ്റ് ഒരു സ്കെച്ച് ചെയ്തേ, ഇങ്ങനെ തന്നെയാണോ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല, എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ട. ആ മൈക്രോ നെഫ്രിയയുടെ ലൂമൻ, അതിൻ്റെ ഉള്ളിലെ ആ സ്പേസ് സീലിയേറ്റഡ് ആണ്. ഞാൻ ജസ്റ്റ് വെറുതെ വരച്ചേ, കാരണം മൾട്ടിപ്പിൾ കുറേ നെഫ്രീഡിയ കാണും. ഈ മൈക്രോ നെഫ്രീഡിയയുടെ കേസ് എടുക്കുക. മൈക്രോ നെഫ്രീഡിയ എന്ന് പറയണമെങ്കിൽ ഒരു സെഗ്മെന്റിൽ കുറേ നെഫ്രീഡിയാസ് കാണും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടെർമിനൽ ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ, 2 സെപ്റ്റൽ എക്സ്ക്രീറ്ററി കനാലിലേക്കാണ്. കണ്ടോ, ഈ സെപ്റ്റൽ എക്സ്ക്രീറ്ററി കനാൽ തമ്മിലൊന്ന് ചുറ്റിപ്പിണഞ്ഞിട്ട് അതെങ്ങോട്ട് തുറക്കുമെന്ന് അറിയാമോ, വേറൊരു ലോജിറ്റ്യൂഡിനൽ കനാൽ, അതിൻ്റെ പേരാണ് സൂപ്ര ഇൻഡസ്റ്റീനൽ എക്സ്ക്രീറ്ററി ഡക്റ്റ്. കണ്ടോ, അതെവിടെയാണ് അതിൻ്റെ പൊസിഷൻ നോക്കുവാണെങ്കിൽ പാരലൽ ടു ദ ഇൻഡസ്റ്റൈൻ. കണ്ടോ, ഇൻഡസ്റ്റൈനിന് പാരലായിട്ട് ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ റീജിയൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ ഒരു പൊസിഷനിങ്. മൈക്രോ നെഫ്രീഡിയ ആ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്കെച്ച് ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീറ്റ എന്തുവാണ്, എർത്തോമിലെ കീറ്റ എങ്ങനെയാണ്. നീറിസിലെ നമ്മൾ പാരപ്പോഡിയം കണ്ടു, അതിനകത്ത് കീറ്റയൊക്കെ കണ്ടു. ഇനി എർത്തോമിലെ കീറ്റ എങ്ങനെയാണ്, എന്താണ് ഫങ്ഷൻ, അത് നമുക്ക് പറയാമല്ലോ. ലോക്കോമോഷനാണ്, ലോക്കോമോട്ടറി ഓർഗൻസ് ആണ്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയേ. മോറോളസ് എസ് ഷേപ്ഡ്, ഇതിനെ ഇങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ ഒരു എസ് ഓണക്ക് അങ്ങനെ മോറോളസ്, അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എസ് ഷേപ്ഡ് റോഡ് കൈറ്റിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ക്ലീറോട്ടൈസ് എന്ന് വെച്ചാൽ ഹാർഡൻഡ് ആയിട്ടുള്ള പ്രോട്ടീൻ സബ്സ്റ്റൻസ് വെച്ചിട്ട് നല്ല അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഈ കീറ്റ എന്ന് പറയുന്നത് എർത്തോമിൽ കാണുന്നത്. ഇത് എംബഡ് ചെയ്തിട്ട് ഇറക്കി വെച്ചിരിക്കുന്ന ഒരു സാക്കിൽ, ആ സാക്കിനൊരു പേരുണ്ട്, സെറ്റീജിറസ് സാക്ക് എന്ന് പറയും, അല്ലെങ്കിൽ സീറ്റൽ സാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ കീറ്റൽ സാക്ക് എന്ന് പറയാം. കേട്ടോ, ഇൻസേർട്ട് ചെയ്ത് ഒരു സാക്കിലേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഓരോ കീറ്റ നോക്കുമ്പോഴും നടുക്കലത്തെ ഒരു സൊളൻ പോർഷൻ, അതിനെ നമുക്ക് എന്തെന്ന് പറയാം, നോഡുലസ് എന്ന് വിളിക്കാം. നോഡുലസ്. ഓക്കെ. ഇനി അതിൻ്റെ നീളം എത്രത്തോളം വരും, 0.2 മില്ലിമീറ്റർ നീളം വരും. ബ്രെഡ്ത്ത് എത്ര വരും, 0.03 മില്ലിമീറ്റർ. അപ്പോൾ അത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി ഇതിൻ്റെ അറേഞ്ച്മെന്റ്, എവിടെയാണ് ഈ സീറ്റ് കാണുന്നത്,
എർത്തോമിൻ്റെ ബോഡിയുടെ ഒരു ക്രോസ് സെക്ഷനാണ്. ഇത് ഡോസൽ സൈഡ്, ഇത് വെൻട്രൽ സൈഡ്. വെൻട്രൽ സൈഡിൽ നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ കണ്ടോ സർക്കുലേറ്റ് ഇങ്ങനെ ഒരു 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 റിങ് പോണക്കാണ് അല്ലേ. ഇതൊരു സീറ്റ, ഇതൊരു സീറ്റ, ഇച്ചിരി സ്പേസ് വിട്ടിട്ട് ഇതൊരു സീറ്റ, ഇതൊരു സീറ്റ, ഇതൊരു സീറ്റ, ഇതൊരു സീറ്റ, ഇതൊരു സീറ്റ, ഇതൊരു സീറ്റ കണ്ടോ. അപ്പോൾ ഒരു റിങ് ആയിട്ടാണ് അറ്റാച്ച് പിന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് സീറ്റ. യൂഷ്വലി ന്യൂമറസ് ഇൻ ഈച്ച് സെഗ്മെന്റ് കേട്ടോ. അപ്പോൾ ഒരു സെഗ്മെന്റ് എടുത്തപ്പോൾ ഇത് ന്യൂമറസ് അല്ലേ. ആൻഡ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ റിങ് അറൌണ്ട് ഈച്ച് സെഗ്മെന്റ്. എന്നിട്ടിപ്പോൾ ഒരു സീറ്റ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ 2/3 ബോഡിയുടെ ഉള്ളിലാണ്. 1/3 കുറച്ച് ഭാഗം മാത്രമേ കണ്ടോ ഇവിടെ കണ്ടോ കുറച്ച് ഭാഗമായി പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഭൂരിപക്ഷം മേജർ പോർഷനും സ്കിന്നിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്തൊരു സിംഗിൾ സെൽ നമുക്ക് കാണാം സെറ്റീജർ സാക്കിനകത്ത് അല്ലെങ്കിൽ സീറ്റൽ സാക്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ സെല്ലിൽ നിന്നാണ്, ആ സെല്ലാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ 2 കൂട്ടർ മസിൽസ് ഉണ്ട്, പ്രൊട്രാക്ടർ ആൻഡ് റിട്രാക്ടർ മസിൽസ് എന്ന് പറയും. പ്രൊട്രാക്ടർ, റിട്രാക്ട്, അതിൻ്റെ മൂവ്മെൻറ്റ് ആൾട്ടർനേറ്റ് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ വെച്ചിട്ടാണ് ഈ സീറ്റെ എക്സ്റ്റെൻഡ് ചെയ്യുകയും റിട്രാക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വെച്ചിട്ടാണ് ഈ എർത്തോം മൂവ് ചെയ്യുന്നത്. ഈ സീറ്റേഴ്സ് എവിടെയൊക്കെ ആബ്സെൻ്റ് ആണ് എർത്തോമിൻ്റെ ബോഡി എടുത്താൽ? ആദ്യത്തെ സെഗ്മെൻ്റ് ആയ പെരിസ്റ്റോമിയത്തിലില്ല, ലാസ്റ്റിൽ പൈഗീഡിയത്തിലില്ല, പിന്നെ ക്ലീറ്റെല്ലാം ഉള്ള സെഗ്മെൻറ്റ്സിലും എന്തില്ല? കീറ്റെ ഇല്ല. അപ്പം കീറ്റെ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് എഴുതാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്കിന് ചോദിക്കാറുണ്ട്, 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാം. നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ആൻറ്റീരിയർ നെർവ് റിങ് കണ്ടോ. ഇത് ഗട്ടായിരുന്നല്ലോ. ഇത് ആൻറ്റീരിയർ റീജിയനാണ് എർത്തോമിൻ്റെത്. ഇവിടെ ഒരു മോതിരം ഇട്ടത് കൊണ്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ. ഇപ്പം നടുക്ക് ഗട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു റിങ് ആയിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റാത്തത്. എന്നാലും ആൻറ്റീരിയർ റിങ്, അതിന് ആൻറ്റീരിയർ നെർവ് റിങ് എന്ന് പറയാം. അതിൻ്റെ ടിപ്പിലായിട്ടുണ്ടോ ഉണ്ട് ഇവിടെ ഒരു ബോൾ, ഇവിടെ ഒരു ബോൾ, എ പെയർ ഓഫ് സെറിബ്രൽ ഗാംഗ്ലിയ നമുക്ക് കാണാൻ പറ്റും. ആ 2 സെറിബ്രൽ ഗാംഗ്ലിയും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് മൂന്നാമത്തെ സെഗ്മെന്റിൽ ഒരു ബ്രെയിൻ ആയിട്ടത് ഫോം ചെയ്യും. എന്നിട്ട് ആ 2 ബ്രാഞ്ചില്ലേ റിങ് പോണക്കുള്ള ആ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് സർക്കംഫാരിഞ്ചൽ കണക്റ്റീവ്സ് എന്ന് പറയും. അത് വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്, അതിനെ സബ് ഫാരിഞ്ചൽ ഗാംഗ്ലിയ എന്ന് പറയും. അത് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു വെൻട്രൽ നെർവ് കോഡ്. ഓരോ ഗാംഗ്ലിയാസ് ആണ് ഇതെല്ലാം ഉണ്ടോ. എന്നിട്ട് 2 നെർവ് കോഡ് അങ്ങനെ ഉള്ള ഒരു നെർവ് കോഡാണ് ഇത്. എവിടെ വരെ? അങ്ങ് പോസ്റ്റീരിയർ എൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും. റൺസ് ബിനീത്ത് ദ ഗട്ട് ഉണ്ടോ, ഗട്ടിൻ്റെ അടിയിലായിട്ട് ഫ്രം ദ സബ് ഫാരിഞ്ചൽ ഗാംഗ്ലിയ ആൻഡ് എക്സ്റ്റെൻഡ് അപ് ടു ദ ലാസ്റ്റ് സെഗ്മെന്റ് ഓഫ് ദി ബോഡി. ഇനി വെൻട്രൽ നെർവ് കോഡിൽ 5th സെഗ്മെന്റ് ആകുമ്പോഴത്തേക്ക്, ഇതൊക്കെ ഫസ്റ്റ് 2, 3, 1, 2, 3, 4, 5th സെഗ്മെന്റ് മുതൽ ഓരോ ഗാംഗ്ലിയയിൽ നിന്നും 2 പെയ്സ്, അതായത് മൊത്തത്തിൽ 4 നെർവ്സ് വരുന്നുണ്ട്. അതിനെ സെഗ്മെന്റൽ നെർവ്സ് എന്ന് പറയുന്നുണ്ട്, ലാറ്ററൽ സൈഡിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ സെഗ്മെന്റൽ നെർവ്സ് ഇങ്ങനെ പോകുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റിങ് പോലെ അല്ലേ, എൻ്റെ സെഗ്മെന്റിൽ സപ്ലൈ ചെയ്ത് ഇങ്ങനെ നിൽക്കുക, ഒരു റിങ് പോലെ. ഇനി അടുത്ത് നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് പോകാം. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ കണ്ടായിരുന്നു, ഇത് ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്. ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് നമുക്ക് എവിടെ കാണാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റീരിയർ ഫ്യൂ സെഗ്മെന്റ്സ് ഓഫ് ദി ബോഡിയിലാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ. നമ്മൾ മിക്കവരുടെയും ബോഡി എടുക്കാനും ഓൾമോസ്റ്റ് പോസ്റ്റീരിയർ ആണ് അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ ആൻറ്റീരിയർ ഫ്യൂ സെഗ്മെന്റ്സ് ആണ് മോസ്റ്റ് ഓഫ് ദി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കാണുന്നത്. ഇനി നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചും കാണണം, ഫീമെയിൽ. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? 2 പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്, ടെസ്റ്റിസ് സാക്സ് ഉണ്ട്, 2 പെയർ ഓഫ് സെമിനൽ വെസിക്കിൾസ് ഉണ്ട്, 2 പെയർ ഓഫ് സെമിനൽ ഫണൽസ് ഉണ്ട്, വാസ് ഡിഫറൻഷ്യ ഉണ്ട്, എ പെയർ ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് ഉണ്ട്. ഇനി ക്ലീറ്റെല്ലം ആൻഡ് ഗ്ലാൻഡുലാർ സ്ട്രക്ചേഴ്സ്. ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മോസ്റ്റ് സ്പീഷീസിനും കണ്ടോ 2 പെയർ എന്ന് പറയുമ്പോൾ 4 ടെസ്റ്റിസ് ഉണ്ട് അല്ലേ. എവിടെയാണ് അതിൻ്റെ പൊസിഷൻ? ഇതിൻ്റെ പൊസിഷൻ നമ്മൾ നോക്കണം. ജനറലൈസ്ഡ് വേയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ബിറ്റ്വീൻ 9th ആൻഡ് 10th സെഗ്മെന്റ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ 10th ആൻഡ് 11th സെഗ്മെന്റ്. ഇത് സ്പീഷീസ് വൈസ് വ്യത്യാസപ്പെടും.
ടെസ്റ്റിസ് ഉണ്ട്, 2 പെയേഴ്സ് ഓഫ് ടെസ്റ്റിസ് ഉണ്ട്. അതിൻ്റെ പൊസിഷൻ ഒന്നുകിൽ ബിറ്റ്വീൻ 9th and 10th അല്ലെങ്കിൽ ബിറ്റ്വീൻ 10th and 11th സെഗ്മെൻ്റ് ആയിരിക്കും. ഇനി ഈ ടെസ്റ്റിസ് എവിടെയായിരിക്കുന്നത്? സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ? ഇതാണ് ഉണ്ടോ, 2 അപ്പം അതിനെ പറയുന്നത് ടെസ്റ്റിസ് സാക്ക്. അതിൻ്റെ പൊസിഷനാണ് സെഗ്മെൻറ്റ് 10th സെഗ്മെൻറ്റ് 11th ടെസ്റ്റിസ് സാക്ക് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ടെസ്റ്റിസ് സാക്ക് അതിനകത്ത് എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻ ഫിൽഡ് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഉണ്ട്. മെയിൽ സെൽസിൻ്റെ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂട്രിയൻ ഫിൽഡ് ആയിട്ടുള്ള സ്പേസ് ആണ് ഈ ടെസ്റ്റിസ് സാക്ക് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിസ് സാക്ക് എന്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അറിയാമോ? സെമിനൽ വെസിക്കിൾസ് ആണ്. ഉണ്ടോ ഈ ഇത് 2 ഉണ്ടോ? 1, 2, 3, 4 ഇപ്പം 2 പെയേഴ്സ് ഉണ്ട് അല്ലേ? ഈ സെമിനൽ വെസിക്കിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുവാണ്? അവരാണ് മെയിൽ ഗമേറ്റ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം സെമിനൽ വെസിക്കിളിൻ്റെ പുറകിലായിട്ട് സെമിനൽ ഫണൽ ഉണ്ട്. അത് ഈ പിക്ചറിൽ നമുക്ക് അത്ര വിസിബിൾ അല്ല. സെമിനൽ ഫണൽ ഓപ്പൺ ചെയ്യുന്നത് വാസ് എഫറൻസ് എന്ന് പറയുന്ന 2 ഡക്റ്റിലോട്ടാണ്. അത് ഇവിടെ അത്ര വിസിബിൾ ആയിട്ട് കാണുന്നില്ല. വാസ് എഫറൻസ് പിന്നെ ജോയിൻ ചെയ്യും ഒരു പെയർ ഓഫ് വാസ് ഡിഫറൻസ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം. വാസ് ഡിഫറൻസ് ഉണ്ടോ? വാസ് ഡിഫറൻസുമായിട്ട് ജോയിൻ ചെയ്യും. എന്നിട്ട് ഈ വാസ് ഡിഫറൻസ് ഇങ്ങനെ റൺ ചെയ്ത് വന്നിട്ട് ബോഡിയിൽ പുറത്തേക്ക് ഓപ്പൺ ചെയ്യും. എന്തായിട്ട്? മെയിൽ പോറായിട്ട് ഓപ്പൺ ചെയ്യും വാസ് ഡിഫറൻസ്. ഇനി പോസ്റ്റീരിയർ മോസ്റ്റ് വാസ് ഡിഫറൻസിൻ്റെ പോസ്റ്റീരിയർ മോസ്റ്റ് റീജിയനിൽ നമുക്ക് എ പെയർ ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്സ് ഉണ്ട്. ഇനി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്തിനാ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്? ഇത് ചില ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഇത് കോപ്പുലേറ്റ് ചെയ്യുമ്പോൾ സ്പേംസിൻ്റെ ട്രാൻസ്ഫർ സ്മൂത്തായിട്ട് ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മൂത്ത്നെസ്, ഒരു സ്ലൈമിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൂയിഡ്, അത് ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ്. ഓക്കെ, ഇനി നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയാണ്? എ പെയർ ഓഫ് ഓവറി കാണും, എ പെയർ ഓഫ് ഓവിഡക്റ്റ് ഉണ്ട്, പിന്നെ 3 or 4 പെയർ ഓഫ് സ്പെർമാത്തിക്ക. ഇത്രയാണ് മെയിനായിട്ട്. അപ്പം മെയിലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം കുറച്ച് സ്ട്രക്ചേഴ്സേ ഉള്ളൂ. ഓവറീസ് ഉണ്ടോ? ഒരു പെയർ ഓഫ് ഓവറി. അതിൻ്റെ പൊസിഷൻ നമ്മൾക്ക് അറിയണം. ഇപ്പോൾ എവിടെയാണ്? ഒന്നുകിൽ ബിറ്റ്വീൻ സെഗ്മെൻറ്റ് 12 and 13. ഇതും വേരി ചെയ്യും സ്പീഷീസ്. എന്നിട്ട് അത് കണ്ടോ 13ാമത്തെ സെഗ്മെൻറ്റിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഹാങ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഏതാണ്? ഓവറീസ്. ഓവറീസിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഒവേറിയൻ ഫണൽ കാണാൻ പറ്റും. ഒവേറിയൻ ഫണൽ അത് ഓപ്പൺ ചെയ്യുന്നത് എന്തിലായിട്ടാണ്? ഓവിഡക്റ്റിലോട്ടാണ്. അത് ഈ പിക്ചറിൽ അത്ര ക്ലിയർ അല്ല. ഇനി ഓവിഡക്റ്റ് ബോഡിയുടെ വെൻട്രൽ സൈഡിൽ പുറത്തേക്ക് തുറക്കും. എന്തുകൊണ്ട്? ഫീമെയിൽ പോസ്. മെയിലിൽ ഏതായിരുന്നു? വാസ് ഡിഫറൻസ് ആയിരുന്നു പുറത്തേക്ക് മെയിൽ പോറായിട്ട് തുറക്കുന്നത്. ഇവിടെ ഓവിഡക്റ്റ് പുറത്തേക്ക് തുറക്കുന്നത് ഫീമെയിൽ പോസ് ആയിട്ടാണ്. ഇനി സ്പെർമാത്തിക്ക് ഉണ്ടോ? ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം ഫ്ലാസ്ക് ഷേപ്പ് ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ്, ചില സഞ്ചികൾ പോണക്കുള്ള സാധനങ്ങൾ. പെയ്ഡാണ് കണ്ടോ? ഇത് പെയ്ഡാണ്. ഇപ്പോൾ ഇതിനകത്ത് എത്ര പെയറുണ്ട്? 1, 2, 3, 4 പെയ്ഡ് ആയിട്ടുള്ള സ്പെർമാത്തിക്കയുണ്ട്. ഫ്ലാസ്ക് ഷേപ്പ് സ്ട്രക്ചറാണ്. അതിൻ്റെ നമ്പർ വേരി ചെയ്യും. 2 പെയർ മുതൽ 7 പെയേഴ്സ് വരെ കാണാറുണ്ട്. അപ്പോൾ ഇതിനോട് അറ്റാച്ചിട്ടും ചെറിയ ചെറിയ ഡക്റ്റ് ഉണ്ട്. ആ ഡക്റ്റ് തുറക്കുന്ന ഓപ്പണിങ്ങിൻ്റെ പേരായിരുന്നു സ്പെർമാത്തിക്കൽ പോറ്. ഈ പോസ് ഉണ്ടോ? പോർ ഇവിടെ ആയിട്ട് കാണാം. ഓരോ സ്പെർമാത്തിക്കയുടെ ഉണ്ടോ ഇന്റർസെഗ്മെന്റൽ ആ ഗ്രൂവിലാണ്. അപ്പോൾ ആ പോറ് പുറത്തേക്ക് തുറക്കുന്നതാണ് സ്പെർമാത്തിക്കൽ പോസ്. അപ്പം അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ചില ഡൈവേർട്ടിക്കുലാസും കാണാൻ പറ്റും. ഈ സ്പെർമാത്തിക്കൽ ഡക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ചില ഗ്ലാൻസുകളും ചില സ്പീഷീസിൽ കാണാൻ പറ്റും. ഇനി കോപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെയിൽ ഈ സ്പേം സെൽസ് ഉണ്ടല്ലോ, സ്പേം സെൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ സ്പെർമാത്തീക്കയിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം 2 എർത്തുവം വന്നിട്ട് ഇപ്പോൾ ഒരു എർത്തുവമിൻ്റെ സ്പേം മറ്റേ എർത്തുവമിൻ്റെ ഏത് ഭാഗത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്? ആ പോർഷൻ്റെ പേരാണ് സ്പെർമാത്തീക്ക.
മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ ബാങ്കാന്ന് പറയാം. ഒരു എർത്തോമിൻ്റെ അതിൻ്റെ കൗണ്ടർ, അതിൻ്റെ പാർട്ട്ണർ സ്പേം സെല്ലിൽ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ സഞ്ചികളിലാണ്, സ്പെർമാത്തീക്ക. ഓക്കെ, ഇനി നമ്മൾ ആ ഫെർട്ടിലൈസേഷൻ, ക്രോസ് ഫെർട്ടിലൈസേഷൻ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ ആരും ചിന്തിച്ച് കാണത്തില്ല. അപ്പം ക്രോസ് ഫെർട്ടിലൈസേഷൻ എങ്ങനെ നടക്കും? ആദ്യം ഇങ്ങനെ ഒരു പൊസിഷനിൽ വരും രണ്ട് ഈർത്തവും. മെയിലിൽ നിന്നും ഫീമെയിലിൽ നിന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ദേ ആർ ഹെർമാഫ്രോഡൈറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ആ അലൈൻമെൻറ്റ് ഉണ്ടോ, ഹെഡ് ടു ടെയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ഇവിടെ വന്നു, അപ്പം ഇവിടെ ഇതിൻ്റെ ടെയില് ഉണ്ട്, ഇവിടെ ഹെഡ് ടെയില്. അപ്പം അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിൽ ആദ്യം വരും. ഈ ചില പോസിൻ്റെ പൊസിഷൻ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു ജനറലൈസ്ഡ് കൺസെപ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്, വ്യത്യാസപ്പെടും സ്പീഷീസ് അനുസരിച്ച്. മെയിൽ പോർ ഓൾമോസ്റ്റ് 15th സെഗ്മെൻറ്റിലാണ് കാണുന്നത്. സ്പെർമാത്തീക്കൽ പോർ 5ാമത്തെ മുതൽ 9ാമത്തെ സെഗ്മെൻറ്റ്സ് വരെ കാണും സ്പെർമാത്തീക്കൽ പോർ. ഫീമെയിൽ പോർ ഓൾമോസ്റ്റ് 14th സെഗ്മെൻറ്റിലും, ക്ലീറ്റെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 13 to 17 സെഗ്മെൻറ്റിലാണ് മിക്കവാറും ഉള്ള എർത്തോമിൽ. അപ്പോൾ ഈ പൊസിഷനിൽ വന്നു കഴിഞ്ഞിട്ട് ഇനി എന്താണ് നമുക്ക് വേണ്ടുന്നത്? നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് സ്പേമിൻ്റെ ട്രാൻസ്ഫർ ഉണ്ടോ. ഓവം ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, സ്പേമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പേം ഇങ്ങോട്ട് കൊടുക്കണം, ഇതിൻ്റെ സ്പേം അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് പൊസിഷൻ ഓഫ് മെയിൽ പോർ ആൻഡ് സ്പെർമാത്തീക്കൽ പോർ. അപ്പോൾ അതോ ഇത് മെയിൽ പോർ, ഇത് ഞാൻ ചുമ്മാ വരച്ചേ. അപ്പോൾ ആ സെഗ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? മെയിൽ പോർ ഓൾമോസ്റ്റ് എവിടെയാണ്? 15th, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരച്ചത്. സ്പെർമാത്തീക്കൽ പോർ 5 to 9th, ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നമുക്ക് കാണാം. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 9th സെഗ്മെൻറ്റിൽ വരച്ചു, കണ്ടോ? അപ്പം ഈ എർത്തോമിൻ്റെ മെയിൽ പോർ എന്ന് പറയും 15th. അതേ നമുക്ക് ഈ എർത്തോമിൻ്റെ മെയിൽ പോർ ഉണ്ട് ഇവിടെ 15th സെഗ്മെൻറ്റ്. അപ്പം മറ്റേതിൻ്റെ സ്പെർമാത്തീക്കൽ പോർ ഓൾമോസ്റ്റ് 9th സെഗ്മെൻറ്റിൽ വരച്ചു. അപ്പം വേണ്ടുന്നത് ഈ മെയിൽ പോറിൽ നിന്ന് സ്പേം ഇങ്ങോട്ട് വരണം, ഈ എർത്തോമിൻ്റെ ബോഡിയിലെ മെയിൽ പോറിൽ നിന്ന്, അതായത് ഇതിൻ്റെ ടെസ്റ്റസിൽ നിന്ന് ഉള്ള സ്പേം എവിടെ വരണം? ഇതിൻ്റെ സ്പെർമാത്തീക്കയിലേക്ക് വരണം, സ്പെർമാത്തീക്കൽ പോർ വഴി. ഓക്കെ, അപ്പം നോക്കിയോ. കൂടാതെ ഈ ഫീമെയിൽ പോറിൻ്റെ പൊസിഷനോട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണേ. ഫീമെയിൽ പോർ 14th സെഗ്മെൻറ്റിലാണ് ഓൾമോസ്റ്റ് വന്നു. ഇതാണ്ട് സ്പേം മെയിൽ പോർ വഴി പുറത്ത് വന്ന് കണ്ടോ, വന്നിട്ട് തൊട്ട് അതിൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ സ്പെർമാത്തീക്കൽ പോർ വഴി കയറി സ്പെർമാത്തീക്കയിലെത്തിയേ. കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ കോപ്പുലേഷൻ കഴിഞ്ഞു, ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ക്ലീറ്റെല്ലാം അതിനകത്ത് കുറേ ഗ്ലാൻഡുലാർ ആയിട്ടുള്ള എപ്പിത്തീലിയം അല്ലായിരുന്നോ, ഒരുപാട് ഗ്ലാൻഡ്സ് ഒക്കെ ഉണ്ട്. സെക്രീറ്റ് ചെയ്ത് ഒരു ഷീത്തായിട്ട് അങ്ങ് ഫോം ചെയ്യും. ഫോം ചെയ്യുമ്പോൾ 14th സെഗ്മെൻറ്റിൽ ആണ് നമ്മുടെ ഏതിരിക്കുന്നത്? ഫീമെയിൽ പോർ. ആ ഫീമെയിൽ പോർ വഴി എഗ്ഗ് ഈ ക്ലീറ്റെല്ലത്തിലോട്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടും. എഗ്ഗ് വന്നു കണ്ടോ. എഗ്ഗ് വന്നു കഴിഞ്ഞിട്ട് ഇത് ഈ ക്ലീറ്റെല്ലാം ആൻറ്റീരിയർ ഡയറക്ഷൻ, അപ്പം ഇതിൻ്റെ ആൻറ്റീരിയർ ഡയറക്ഷൻ ഇത്, ഇതിൻ്റെ ആൻറ്റീരിയർ ഡയറക്ഷൻ ഇത്, ഇതിലേക്ക് മൂവ് ചെയ്യും. നമുക്കറിയാം ഇനി എവിടെയാണ് ഇരിക്കുന്നത്? പിന്നെ സ്പെർമാത്തീക്കൽ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 9th, ഇവിടെയും ഇങ്ങോട്ട് ഉണ്ടോ, ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരും. കണ്ടോ, അവിടെ നിന്നു. അപ്പോൾ അവിടെ സ്പെർമാത്തീക്കയിൽ നിന്ന് നമ്മുടെ ഏത് വരും? സ്പേം എവിടെ എത്തും? ക്ലീറ്റെല്ലത്തിൽ എത്തും. എന്നിട്ട് ഈ ക്ലീറ്റെല്ലാം ഊരിഞ്ഞ് പോന്ന് കഴിഞ്ഞിട്ട് 2 എൻഡ് തുറന്നിരിക്കുമല്ലേ, ആ 2 എൻഡും സീൽ ചെയ്യും. എൻഡ് സീൽ ചെയ്തിട്ട് അത് എന്തോ ആയിട്ട് മാറും? കൊക്കൂണായിട്ട് മാറും. കൊക്കൂൺ ഞാൻ കാണിക്കാം. കണ്ടോ, 2 എൻഡും സീൽ ചെയ്തിട്ട് ഇതാണ് കൊക്കൂണായിട്ട് മാറി. എന്നിട്ട് അതിനകത്ത് എഗ്ഗും സ്പേമും ഇരിപ്പുണ്ടല്ലോ. ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാകും. ആ ഡെവലപ്മെൻ്റ് അല്ല ഇതിനകത്ത് നടക്കുന്നേ. സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നിന്നൊരു യങ് വേം ഉണ്ടാവും. ഇതാണ് എർത്ത് ഡെവലപ്മെൻറ്റ്. അപ്പം നമുക്ക് ഇനി ഒരു നല്ല ഡീറ്റെയിൽ അതെല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ കൂടി ഒന്ന് കാണാം. കുഞ്ഞ് യങ് വൺ എർത്ത് വോം ഉണ്ടോ, അത് വളരുന്നൊക്കെ നമുക്ക് നോക്കാം. ഇതെല്ലാം കൊക്കൂൺസ് ആണ് കണ്ടോ. കണ്ടോ, ഇത് അതിന്റെ കോപ്പുലേഷൻ ആണ്, ആ മൂവ്മെന്റ് ആണ്. ക്ലീറ്റെല്ലാം കാണാം, നമുക്ക് ഇവിടെ ക്ലീറ്റെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, സ്കട്ലിംഗ്. From the start, the earthworm is built for romance with 4 or 5 pairs of hearts.
ഇതിന് ഹേർട്ട് ഉണ്ടോ ഇതിനകത്ത് കാണാം, ഡെവലപ്പ് സൈക്കോട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു ഹേർട്ട് കാണാൻ Finding a പറ്റുന്നുണ്ട്. match, though, that's a challenge for these mostly solitary animals. They go out looking when they're a few months to a year old, and they've grown this fleshy, saddle-shaped patch Fetal form called a ചെയ്യുമ്പോഴാണ് they clitellum. mature. They're now mature enough to get down to business. Tube-shaped invertebrates anterior seeks end ഉണ്ടോ? mates to Mouth share ഒക്കെ കാണാം. loamy soil and good times. The earthworm follows tastes and smells through dirt or leaf litter to find its അത് valentine. dirt It വഴി crawls leaves വഴി, around by soil വഴി anchoring its move ചെയ്യും. body with these bristles called setae. സീറ്റേ കാണാൻ പറ്റും നിങ്ങൾക്ക്, കണ്ടോ സീറ്റ് ഇവിടെ കണ്ടോ സീറ്റേ, Then pushing forward with its muscles. മസിൽസിന്റെ കോൺട്രാക്ഷൻ റിലാക്സേഷൻ, സർക്കുലർ Along the way, it fuels up on bacteria and tiny fungi in the soil സോയിലിനകത്തുള്ള and leaves, ബാക്ടീരിയ ഫംഗി ഒക്കെ sucking ഫീഡ് them ചെയ്യും. in with its mouth. Such a luscious lip. ഒരു ഫാരിങ്സ് ഇവോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നൊക്കെ നമ്മള് കണ്ടു. Every earthworm has some non-negotiables. Must breathe through iridescent skin. Must Skin want വഴിയാണ് kids. ബ്രീത്ത് ചെയ്യുന്നത്. ഇത് കൊക്കൂണാണ്. But male or female is not one of them. All earthworms are both. They're hermaphrodites, which Hermaphrodites. automatically doubles their chances of finding a mate. When they do, they waste no time. പാർട്ട്ണറെ Side by side, they surround each other with rings of slime they exude സ്ലൈം from their സ്ലൈം skin. സെക്രീറ്റ് ചെയ്യും. അത് വെച്ചിട്ട് Bodies ഒരു pointing ലെയർ in പോണൊക്കെ opposite ഉണ്ടായിട്ട് directions. And കനൂഡ് they തമ്മിൽ embrace with അലൈൻ these ചെയ്യും. flaps on their clitella. They can canoodle like this ചെയ്ത് for an hour, swapping sperm. ഷെയർ It ചെയ്യും, travels സ്പേംസ് ഷെയർ outside ചെയ്യും. their bodies here, where they press up against each other, and flows between these segments into storage sacks സ്പേം inside. സ്റ്റോറേജ് സ്പെർമാറ്റിക്കിൽ സ്റ്റോർ ചെയ്യും. But their tender act എന്നിട്ട് ഇനി has a ഇവര് dark തമ്മില് side. ഉണ്ടോ As they do the deed, the ഒരു earthworms എക്സ്ചേഞ്ച് stab കഴിയുമ്പോഴത്തേക്ക് each other with their ഇവര് pointy setae. Those wounds mean the injured lovers won't transfer be hooking up നടന്നുകൊണ്ടിരിക്കുന്നേ with ഉള്ളൂ. others anytime soon. സ്ലൈമി സെക്രീഷൻ Jealous അതൊക്കെ നമുക്ക് much? കാണാം. ഉണ്ടോ അതിൽ നിന്ന് പിന്നെ ഇനി പുറത്തേക്ക് മൂവ് ചെയ്യും. After they've parted എന്നിട്ടാണ് ways, each earthworm produces a sheath ഉണ്ടോ with its ക്ലീറ്റെല്ലാം clitellum and പുറത്തേക്ക് shimmies it down its tubular body. പുറത്തേക്ക് The protein-rich ring moves over tiny holes where it gathers eggs and Spermatical some of the force collected വഴി sperm. അത് കളക്ട് ചെയ്തേക്കും. Then it sperm slips collect ചെയ്യും. right off the worm ഇതിനകത്ത് വെച്ച് and becomes fertilization. a cocoon. Baby Then- worms flourish inside, growing beating hearts ഇതിനകത്ത് that one day ഹാർട്ട് they'll give ഡെവലപ്പ് to ചെയ്ത് their special someone. പുറത്ത് വരും. സോ ദാറ്റ്സ് അബൌട്ട് ഹിസ് ഡെവലപ്മെന്റ്. അപ്പോൾ എർത്ത് ആ സ്റ്റോറി എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറി പോലെ അല്ലേ? നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് സെക്ഷൻ ഹിയർ. താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.